നിങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി ഒരു രാജസ്നേഹി ചെയ്ത പണി കണ്ടോ നിങ്ങൾ? അതായത് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ചെറിയ കുട്ടികൾ പോകുന്ന വഴിയിൽ തോരണങ്ങളും കൊടികളും കെട്ടിയിരിക്കുന്നു. അതിൽ നിന്ന് കൊടി അയച്ചെടുത്ത് കീറുക, എന്നിട്ട് അത് CPMൻ്റെ ഓഫീസിന് മുന്നിൽ കൊണ്ടിടുക. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? CPMകാർ ഹിന്ദു വിരോധികളാണെന്നും അവർ മുസ്ലിം ജിഹാദികളോടൊപ്പം ചേർന്ന് ഹിന്ദു പൈതൃകത്തെ നശിപ്പിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവർ പല കാലങ്ങളിലും പല രീതിയിലും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരും. രാജ്യത്തോട് സമൂഹത്തോട് എത്രത്തോളം പ്രതിബദ്ധതയുള്ള പ്രതിജ്ഞാബദ്ധരായ ഇതുപോലുള്ള സംഘപരിവാർ പ്രവർത്തകരെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാലും ചോദിക്കേ, ശ്രീകൃഷ്ണ ജയന്തി വളരെ പവിത്രമായ ഒരു സമൂഹം കാണുന്ന ദിവസം തന്നെ അവനും ഈ ആഘോഷത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടവനാണല്ലോ. അവൻ ഏറ്റവും സമാധാനനായി കാണുന്ന ഒരാളാണല്ലോ ശ്രീകൃഷ്ണൻ. ആ ദിവസം ചെറിയ കുട്ടികൾ പോകുന്ന വഴികളിലെല്ലാം തോരണങ്ങളും കൊടികളും കിട്ടിയിട്ടുണ്ട്. ആ കൊടി അവിടെ നിന്ന് അരിക്കുക, അത് കീറുക, എന്നിട്ട് CPMന്റെ ഓഫീസിന്റെ വാതിക കൊണ്ടിടുക. എന്തിനു വേണ്ടി? CPMകാര് ഹിന്ദു വിരോധികളാണ്, മുസ്ലിം ജിഹാദികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഹിന്ദു പൈതൃകത്തെ നശിപ്പിക്കുന്നവരാണെന്ന് ഹിന്ദു സമൂഹത്തിന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വൃത്തികേട് മുഴുവൻ ചെയ്തത്. ആലോചിച്ച് ഇവന്റെ ഒരു മാനസികരോ എന്ന് ആലോചിക്കുക. ചില ആളുകളൊക്കെ കമന്റ് ബോക്സിൽ പറയും, നിങ്ങൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രാജ്യത്തോട് പ്രതിജ്ഞാബദ്ധരായ ആളുകൾ RS സംഘപരിവാറുകാരാണ്, അവർക്ക് രാജ്യത്തോട് കൂറുള്ളവരാണെന്ന് പറയും. ഈ രാജ്യത്തുള്ള മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയൊക്കെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ പ്രവൃത്തി ചെയ്യുന്നത്? ഇത് കേവലം CPMകാരോടുള്ള വിരോധം കൊണ്ടാണോ? CPMകാരെ ഹിന്ദു സമൂഹത്തിന് തെറ്റിദ്ധരിപ്പ് അതല്ല. അതുവഴി എന്താ ഉണ്ടാകേണ്ടത്? ഇവർ മുസ്ലിം ജിഹാദികളെ നിബിധന റാലി പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുവോ? മുസ്ലിം കിടന്നോ പെരുന്നാളിന് മുമ്പ് ഇങ്ങനെ ചെയ്യുവോ? ഹൈന്ദവ സഹോദരങ്ങൾ ഏറെ ആരാധ്യനായി കാണുന്ന ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കൊച്ചു പൈതങ്ങൾ, അങ്ങനെ പറയത്തുള്ളൂ, കൊച്ചു പൈതങ്ങൾ പോകുന്ന വഴിയിൽ തൂക്കിയിരുന്ന വർണ്ണാഭങ്ങളായ കൊടികൾ അത് കീറി അവന്മാർ വഴിയരികിൽ മുഴുവനും കൂട്ടിട്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? ഈ രാജ്യത്തെ ഹിന്ദുവിനെ ഇവൻ ചെരുപ്പിനോടല്ലേ കാണുന്നതെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ ആരെ അറസ്റ്റ് ചെയ്തത്? അമ്പാടിയിലുള്ള, അമ്പാടി തന്നെ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു വാചകമാണ്. അമ്പാടി കണ്ണെന്നല്ലേ പറയാ. അമ്പാടിയിലുള്ള ജയകൃഷ്ണനാണ് ഇതിനകത്ത് പിടിക്കപ്പെട്ടത്. ഇതിനൊക്കെ സ്വന്തം മതത്തോടും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യനായ ആ മഹാമനീഷിയോട് എന്തെങ്കിലും ഒരു കൂറുണ്ടാണ് അതിനൊക്കെ എന്തെങ്കിലും ഒരു കൂറ് പോട്ടെ. ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യര് സന്തോഷവും സമാധാനത്തോടെ ജീവിക്കണമെന്ന് എന്തെങ്കിലും ഒരു താല്പര്യം നിലനിൽക്കുന്നുണ്ടോ? പന്നി മാംസം കൊണ്ട് പള്ളിയിലിട്ട ചരിത്രമുണ്ട്, പശുമാംസം കൊണ്ട് അമ്പലത്തിന്റെ വാതിലിട്ട ചരിത്രമുണ്ട്. ഈ ചരിത്രമൊക്കെ ഒന്ന് ഇന്ത്യയിൽ നടന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയേ. ഇത് ആദ്യകാലത്ത് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച, ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച പണി ഇന്നും ബ്രിട്ടീഷുകാർ ചെയ്ത ആ പണി ആരാണോ ബ്രിട്ടീഷുകാരുടെ പിൻതലമുറക്കാരായിട്ട് ആ ആശയം ഉൾക്കൊള്ളുന്നവർ അവരെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഒരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? മുസ്ലിമിനെ ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണിത്. ഇത് CPMകാരുടെ വോട്ട് നഷ്ടപ്പെടുന്നത്. CPMകാര് ജിഹാദികൾക്ക് അവരുടെ റാലി പോകുമ്പോൾ പ്രശ്നമില്ല, അവരാഘോഷം വരുമ്പോൾ കുഴപ്പമില്ല, അതിന് ആശംസ അറിയിക്കുന്നു. നമ്മുടെ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിവസം വന്നപ്പം നമ്മുടെ കൊടികൾ കീറി. ഇവന്മാരാണ് യഥാർത്ഥ ജിഹാദികൾ എന്ന് വരുത്താൻ വേണ്ടിയല്ലേ? നിന്റെ സോക്കേടങ്ങ് തീർന്നില്ലേ? നീ പോയി കുറച്ച് ദിവസം അകത്ത് പോയി കേട്ടാ. കുറച്ച് ദിവസം അകത്ത് കയറാ. എടാ കൊച്ചു ചെറുക്ക, 32 വയസ്സേ ഉള്ളല്ലോടാ. എടാ മനുഷ്യന്മാർ പരസ്പരം ഒരുമയോടും സ്വരുമയോടൊക്കെ പോകാൻ വേണ്ടി പ്രവർത്തിക്കടാ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്രയും വലിയ ഒരു സാമൂഹ്യ വിപത്തായി മാറിയല്ലോ നീയൊക്കെ. എന്നിട്ട് പറയാണ് ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചൊക്കെയാണ്. എന്ത് സ്നേഹം, എന്ത് കാരുണ്യം? ഇവിടെ നിബിധന ദിവസം കഴിഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഏതെങ്കിലും സമൂഹത്തിന്? കൊച്ചുകുട്ടികൾ റാലിക്ക് പോകുന്നു, കൊച്ചുകുട്ടികൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബെയ്ത്തുകൾ ചെല്ലുന്നു. ആ ദിവസം തന്നെ എത്രായിരം മനുഷ്യർക്ക് ഭക്ഷണം, എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾക്കും ഭക്ഷണം. ഏതെങ്കിലും ഒരു മുസൽമാൻ ആ പോകുന്ന റാലിയിൽ ഏതെങ്കിലും വ്യക്തികളെ ഏതെങ്കിലും ആരാധനാലയങ്ങൾ മൂടി വെക്കുന്നതോ അല്ലെങ്കിൽ അവന്റെ ആരാധനാലയം ഏതുവരെ പല ക്ഷേത്രങ്ങളുടെ വാതുക്കൽ നിബിധന റാലിക്ക് പോയ കുട്ടികൾക്ക് വെള്ളം വരെ കൊടുത്തില്ലേ, ഭക്ഷണം കൊടുത്തില്ലേ, പരസ്പരം അങ്ങോട്ട്. ഇതൊക്കെയാണ് കേരളം. ഇത് അതേ ദിവസം തന്നെ ഒരു മഹാത്മാവിന്റെ ദിവസം അദ്ദേഹം ലോകത്തിന് നൽകിയ സംഭാവനകളും സന്ദേശങ്ങളും അറിയിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പേരിൽ കുട്ടികൾ നടന്നു പോകുന്ന റാലിയിൽ വഴിയിൽ കിട്ടിയിരുന്ന കൊടി കീറുക, എന്നിട്ട് രാജ്യത്ത് മനുഷ്യര് തമ്മിൽ പരസ്പരം കലഹിക്കാനുള്ള വഴിയൊരുക്കുക. ഇതൊക്കെ ആള് കൊള്ളാമല്ലോടാ. എന്തായാലും ചെയ്തി പോയി കട കുറച്ച് ദിവസം. ഉസ്താദ് പറഞ്ഞത് കുറെ ശരിയാണല്ലേ. നമുക്ക് ഏറെ ചിന്തിക്കാൻ ഇതിലുണ്ട്. കാരണം ഇപ്പോൾ റബീഉൽ പറഞ്ഞ പോലെ റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞ് ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല.
അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടു കൂടി തന്നെ റബീഉൽ അവ്വലൊക്കെ കഴിഞ്ഞു പോയത്. പക്ഷേ ഇമ്മാതിരി കൂട്ടങ്ങളാണ് ഈ കേരളത്തിൽ ഫിത്തന ഉണ്ടാക്കാൻ നടക്കുന്നത്.